ഇന്നലെ അന്തരിച്ച പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ പി നാരായണക്കുറുപ്പിൻ്റെ സംസ്കാര കർമ്മങ്ങൾ ഇന്ന് നടക്കും. അദ്ദേഹത്തിന് 92 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നമുക്കറിയുന്ന പോലെ പത്മശ്രീ ജേതാവായിരുന്നു അദ്ദേഹം. മലയാള കവിതയിലെ ശുദ്ധമായ പാരമ്പര്യത്തെയും ഭാരതീയ ദർശനങ്ങളെയും മുറുകെ പിടിച്ച കവിയായിരുന്നു പി നാരായണക്കുറുപ്പ്. തപസ്യ കലാ സാഹിത്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായും രക്ഷാധികാരിയായും ദീർഘനാളം ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഒരു കവി എന്ന നിലയിൽ പരക്കെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ ആളാണ് ഇന്നലെ കടന്നുപോയത്. എനിക്കും വളരെ നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. നമ്മൾ തമ്മിൽ പരിപാടിയിലൊക്കെ പി നാരായണക്കുറുപ്പ് പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ പലപ്പോഴും ചില യോഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ ധനുമച്ചോരം VTM NSS കോളേജിൽ ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ നേരിയൊരു സംഘർഷം ഉണ്ടായി. അപ്പോഴദ്ദേഹം എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് വേദിയിലുണ്ടായിരുന്ന അദ്ദേഹം നിന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് മൈക്കിലൂടെ പറയാൻ ധൈര്യം കാണിച്ച ഒരാൾ കൂടിയാണ്. അതും കൂടി ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആദരാഞ്ജലികൾ. ഇനി ഇടവേള കഴിയുമ്പോൾ PP ജെയിംസ് വരും. ഹോർമോസ് കടലിടുക്ക് അടച്ചു എന്നറിയാം. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കാൻ PP ജെയിംസ് വരുന്നു. എന്തായാലും നമുക്കൊരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കിടുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഒരു തിരിച്ചുപോക്ക് നടത്തുകയാണ്. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച കവിയായിരുന്നു പത്മശ്രീ പി നാരായണക്കുറുപ്പ്. കവിത, നിരൂപണം, വിവർത്തനം, സാംസ്കാരിക ചിന്ത എന്നീ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നാരായണക്കുറുപ്പ് മലയാള കവിതയ്ക്ക് പുതിയ ഭാവുകത്വവും ആഴവും സമ്മാനിച്ചു. ഭാരതീയമായ ആത്മീയ പൈതൃകത്തിലും പാരമ്പര്യത്തിലും ഉറച്ചുനിന്ന് ആധുനിക ജീവിതത്തിന്റെ സങ്കീർണതകളെ പി നാരായണക്കുറുപ്പ് തന്റെ വരികളിൽ ആവിഷ്കരിച്ചു. ആലപ്പുഴയിലെ ഹരിപ്പാട് ജനിച്ച പി നാരായണക്കുറുപ്പ് സംഗീതവും ക്ഷേത്രകലകളും നിറഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് വളർന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉയർന്ന മാർക്കോടെ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി 1956 അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1957 സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ പ്രവേശിച്ചു. തുടർന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലും ഡെപ്യൂട്ടേഷനിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഓഫീസറായും സേവനമനുഷ്ഠിച്ചു. സെൻട്രൽ ഇൻഫർമേഷൻ സർവീസിൽ എഡിറ്ററായും വിജ്ഞാനകോശങ്ങളുടെ ഗസ്റ്റ് എഡിറ്ററായും നാരായണക്കുറുപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. 1986 കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ജീവിതത്തിനപ്പുറം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് നാരായണക്കുറുപ്പ് സജീവമായിരുന്നു. തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായും രക്ഷാധികാരിയായും ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായും ആഗ്രയിലെ സംസ്കാർ ഭാരതിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. അസ്ത്രമാല്യം, ഹംസധ്വനി, നിശാഗന്ധി തുടങ്ങി 40-ലധികം പുസ്തകങ്ങൾ കൈരളിക്ക് സമ്മാനിച്ചു. കവിതകൾക്ക് പുറമെ ബാലസാഹിത്യത്തിലും യാത്രാവിവരണങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. രാജ്യം 2022 അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന് 24ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.